بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം ആരംഭിച്ച റിസാല വസിയ്യത്തു മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ-മഖ്ദിസി റഹിമഹുല്ലാഹ്. ഇബ്നു ഖുദാമ അൽ-മഖ്ദിസി റഹിമഹുല്ലാഹയുടെ ഒരു വസിയ്യത്ത്, അതിൽ ആദ്യത്തെ ഒരു ഫസ്ലാണ് നാം വായിച്ച് അവസാനിപ്പിച്ചത്. അതിൽ പറഞ്ഞ വിഷയങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നിടണമെന്നും ദുനിയാവ് അതിനുള്ള സ്ഥലമാണ് എന്നും അതിലേക്ക് മുന്നേറാതെ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാതെ ദുനിയാവിൽ നൽകപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു ഉപമയും പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. പിന്നീട് ഖൽബുകൊണ്ടും നാവുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള ഇബാദത്തുകളിൽ മുന്നേറാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ഫസ്ലിൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പരാമർശിക്കുന്നത് മുഫ്സിദാത്തുൽ അഅമാൽ, സൽക്കർമ്മങ്ങളെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ കർമ്മങ്ങളിൽ മുന്നേറുന്ന ഒരാൾ ആ കർമ്മങ്ങൾ പ്രതിഫലം ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വഹ്തരിസ് മിൻ മുഫ്സിദാത്തിൽ അഅമാൽ, കർമ്മങ്ങളെ ഫസാദാക്കി കളയുന്ന കാര്യങ്ങളെ നീ സൂക്ഷിക്കുക, അഥവാ ആ കാര്യങ്ങളെ തൊട്ട് നിന്റെ കർമ്മങ്ങളെ കാത്തു സംരക്ഷിക്കുക. ലിഅല്ലാ യഫ്സുദ അമലുക വയഖീബ സഅയുക. അതെന്തിനാണ്? അല്ല എങ്കിൽ നിന്റെ അമൽ എന്തായി പോവും? പാഴായി പോവും. നിന്റെ പരിശ്രമം നിരർത്ഥകമായി പോവുകയും ചെയ്യും. അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിന്റെ കർമ്മങ്ങളെ കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും നാളെ പരലോകത്ത് നേടാൻ സാധിക്കില്ല. ഫലാ തഹ്സുലു അലാ അജ്റിൽ ആമിലീൻ വലാ റാഹത്തുൽ ബത്താലീൻ. നീ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കർമ്മം ചെയ്തവരുടെ പ്രതിഫലം നിനക്ക് നേടാൻ സാധിക്കില്ല. കർമ്മം ചെയ്യാതെ ദുനിയാവിൽ ജീവിച്ച ആളുകൾക്ക് ലഭിച്ച ഒരു റാഹത്ത്, അഥവാ കർമ്മങ്ങളൊന്നും ചെയ്യാതെ നടന്നു, ആ ഒരവസ്ഥയുണ്ടാവില്ല. നിന്റെ ദുനിയാവും പോകും, പരലോകവും പോകും. അപ്പൊ കർമ്മങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല, ആ കർമ്മങ്ങളെ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതിൽ നിന്ന് തകർത്ത് കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ തൊട്ട് നാം കാത്ത് സൂക്ഷിക്കുകയും വേണം എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് 2-3-4 വിഷയങ്ങൾ, കർമ്മങ്ങളെ തകർത്ത് കളയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത് ഫമിൻ ദാലിക്, അതിൽപ്പെട്ടതാണ് അരിയാ, ലോകമാന്യത, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണണം എന്ന നിലക്ക് കർമ്മങ്ങൾ ചെയ്യുന്നത്. വൽ അമലു ലിമഹ്മദത്തിൻ നാസ്, ജനങ്ങൾ തന്നെ സ്തുതിക്കണം, തന്നെ പുകഴ്ത്തണം, ഇവൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് ജനങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി, അവർ കാണാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതിനാണ് റിയാ എന്ന് പറയുന്നത്. ഫഇന്ന ഹാദാ ശിർകുൻ, തീർച്ചയായിട്ടും അത് ഷിർക്കാണ്. നമുക്കറിയാം, ഉലമാക്കൾ ഷിർക്കിനെ വേർതിരിച്ചപ്പോൾ ഷിർക്കുൻ അക്ബർ, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന, നരകത്തിൽ ഖുലൂദുള്ള വലിയ ഷിർക്കിനെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്, മില്ലത്തിൽ നിന്ന് പുറത്താവാത്ത ഷിർക്കിനെയും പരിചയപ്പെടുത്തി. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാ എന്ന് പറഞ്ഞു. ലോകമാന്യത, ആളുകൾ കാണാൻ വേണ്ടി അമലുകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ആ അമല് പൊളിഞ്ഞു പോകും. ആ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അധിക പണ്ഡിതന്മാരും പറഞ്ഞു, അതിനുള്ള ശിക്ഷ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കേണ്ടിയും വരും. അപ്പൊ നാം ചെയ്യുന്ന കർമ്മം ഏറ്റവും നല്ല കർമ്മമായിരിക്കും, പക്ഷെ റിയാ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രതിഫലം ലഭിക്കാതെ നഷ്ടപ്പെടും. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, വഖദ് റുവിയ അനില്ലാഹി തആല അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ അമില അമലൻ അശ്റക ഫീഹി ഗൈരി
فهو للذي أشرك وأنا منه بريء. അല്ലാഹു പറഞ്ഞു മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ, അശ്റക ഫീഹി ഗൈരി, എന്നെ അല്ലാതെ മറ്റൊരാളെ അതിലെന്ത് ചേർത്തിട്ടുണ്ട്, പങ്കു ചേർത്തിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രമല്ല, മറ്റൊരാൾ കാണാനോ മറ്റൊരാൾ അറിയാനോ അല്ലെങ്കിൽ മറ്റൊരാൾ കൂടിക്ക് വേണ്ടി പങ്കു ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഫഹുവ ലില്ലദീ അശ്റക, ആ അമല് പിന്നെ അള്ളാഹ്ക്ക് വേണ്ട. ആരെയാണോ പങ്കു ചേർത്തിട്ടുള്ളത്, ആര് കാണാനാണോ ആ കർമ്മം ചെയ്തിട്ടുള്ളത്, അവനുള്ളതാണ്. വഅന മിൻഹു ബരീഉൻ, ഞാൻ അവനിൽ നിന്ന് ഒഴിവാണ്, അല്ലെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹുവിന് ആ കർമ്മം ആവശ്യമില്ല, അതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയും വേണ്ട. അപ്പോ വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ശിർക്കുൻ അസ്ഗർ അല്ലെങ്കിൽ റിയ എന്ന് പറയുന്നത്. വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ശിർക്കുൻ അസ്ഗർ. കാരണം ഏത് വൻപാപവും ചിലപ്പോൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ പെട്ടുകൊണ്ട് പൊറുക്കപ്പെട്ടേക്കാം. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ശിർക്കുൻ അസ്ഗറിന് ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ എന്ന. അപ്പൊ വലിയ ഗൗരവമുള്ള കാര്യമാണ് റിയ. എന്നിട്ട് പറയാണ് വഖദ് ലാ യഹ്സുലു ലിൽ മുറാഇ മാ ഖസദഹു ഫയഖീബു ബിൽ കുല്ലിയ, ഒരിക്കലും തന്നെ ആളുകൾ കാണണം എന്നൊരു നിയ്യത്തിൽ, ഒരു ഉദ്ദേശത്തിൽ കർമ്മം ചെയ്യുന്ന ഒരാൾക്ക് അവന്റെ ആ ലക്ഷ്യം നേടാൻ സാധിക്കില്ല. അവന്റെ കർമ്മം മൊത്തമായി പൊളിഞ്ഞു പോകും. അതായത് ഒരാൾ അവന്റെ നിയ്യത്ത് ആളുകൾ കാണണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവനെന്താണ് ആഗ്രഹം ഉണ്ടാവുക? യഥാർത്ഥത്തിൽ അവൻ നല്ലൊരു ആബിദാണെന്ന് ആളുകൾ പറയണം, അല്ലെങ്കിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടാവണം. പക്ഷെ അത് തന്നെ പൂർണ്ണമായിട്ട് അവന് നേടിയെടുക്കാൻ സാധിക്കില്ല. ദുനിയാവിൽ അവൻ ഉദ്ദേശിച്ച കാര്യം കിട്ടൂല, പരലോകത്താണെങ്കിൽ ആ കർമ്മം നിഷ്ഫലമായി പോവുകയും ചെയ്യും. എന്നിട്ട് പറയാണ് ഫഖദ് റവൈന, നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ട ഒരു കാര്യം പറയാണ്, അന്ന റജുലൻ കാന യുറാഇ ബിഅമലിഹി, ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആളുകൾ കാണണം എന്ന ഉദ്ദേശത്തിലാണ് കർമ്മങ്ങൾ ചെയ്തിരുന്നത്. അവനെ പറ്റി അവൻ നല്ല ആബിദാണെന്ന് ആളുകൾ കരുതണം. ഫൈദാ മർറ ബിന്നാസ്, അങ്ങനെ ഈ ഇവൻ ആളുകളുടെ അടുത്തുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആളുകളുടെ മുമ്പിൽ കൂടെ പോവുകയാണെങ്കിൽ ഖാലു, അവർ പറയും ഹാദാ മുറാഇ, അവൻ ആളുകളെ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്ത ആളാണ്, വലിയ ഉള്ള ആളാണ്. ഫഖാല യൗമൻ ഫീ നഫ്സിഹി, അങ്ങനെ ഒരു ദിവസം അവന്റെ സ്വന്തത്തിൽ അവനെന്താണ് പറഞ്ഞു നോക്കി. അവൻ സ്വന്തത്തിനോട് പറഞ്ഞു, കാരണം അവൻ ഈ ആളുകൾ കാണണമെന്ന് കർമ്മം ചെയ്യുമ്പോൾ ആളുകൾ അവനെ അത് ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. അപ്പൊ അവൻ അവന്റെ സ്വന്തത്തിനോട് പറഞ്ഞു, വല്ലാഹി മാ ഹസൽതു അലാ ഷൈഇൻ ഫലൗ ജഅൽതു അമലി ലില്ലാഹ്, ഞാൻ ഇങ്ങനെ കർമ്മം ചെയ്ത് ആളുകളെ കാണിക്കാൻ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും ഞാൻ വിചാരിച്ച പോലെ ആളുകൾ നല്ല ആബിദാണെന്ന് പറയുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്താൽ പോരെ എന്ന് അയാൾ ചിന്തിച്ചു. ഫമാ സാദ അലാ അൻ ഖലബ നിയ്യതഹു, അങ്ങനെ അവന്റെ നിയ്യത്ത് മാറ്റാൻ തുടങ്ങി. അവന്റെ നിയ്യത്ത് ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ തുടങ്ങി. ഫകാന ഇദാ മർറ ബിഹിം ബഅദു, അതിനുശേഷം ആളുകളുടെ മുമ്പിലൂടെ അവൻ പോകുമ്പോൾ ഖാലു, ആളുകൾ പറയും ഹാദാ റജുലുൻ സ്വാലിഹുൻ, ഇത് സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തിയാണ്, സ്വാലിഹായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഥവാ നമ്മുടെ നിയ്യത്ത് എത്ര നന്നാകുന്നുവോ, എത്ര അള്ളാഹുവിന് വേണ്ടിയാകുന്നുവോ, അതേ അവസ്ഥയിലാണ് ജനങ്ങളുടെ കൽബിലും അള്ളാഹു ഇട്ടുകൊടുക്കുക. ജനങ്ങളുടെ കൽബിൽ നമ്മളുമായിട്ടുള്ള ബന്ധം നന്നാവണമെങ്കിൽ, അവർ നമ്മൾ എന്തെങ്കിലും ഒരു വില നൽകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മോടൊരു ഇഷ്ടമുണ്ടാവണമെങ്കിൽ, അവർ നമുക്കൊരു ബഹുമാനം നൽകണമെങ്കിൽ നമ്മൾ ആരുമായിട്ടുള്ള ബന്ധം നന്നാക്കണം? അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. അള്ളാഹുമായിട്ട് രഹസ്യത്തിൽ നന്ദികേട് കാണിക്കുന്ന അല്ലെങ്കിൽ തിന്മയിൽ മുഴുകുന്ന ആളുകൾക്ക് പരസ്യത്തിൽ ആളുകളുടെ കൽബിലും ആ നിന്ദ്യത അവനോട് അള്ളാഹു തന്നെ തോന്നിപ്പിക്കും. അള്ളാഹു വെറുത്ത ഒരാളെ ആളുകളുടെ മുമ്പിൽ, ആളുകളുടെ കൽബിൽ അവനോട് വെറുപ്പ് അള്ളാഹു ഇട്ടുകൊടുക്കും. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവനോട് ഒരു ബഹുമാനം തോന്നിയാൽ, ചിലപ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ലഭിക്കാണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് അയാളോട് ഒരു ബഹുമാനം ജനങ്ങൾ ബാഹ്യമായി കാണിച്ചാലും കൽബിൽ ആ ഒരു വില ഉണ്ടാവുകയില്ല. അപ്പൊ റിയാ എന്നത് അമലിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. നമ്മുടെ കർമ്മങ്ങളിൽ അതിനെ തൊട്ട് സൂക്ഷിക്കണം. രണ്ടാമത്തേത് വമിൻ ദാലിക്, അമലിനെ പൊളിച്ചു കളയുന്ന ഒരു കാര്യമായിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറയാണ് അൽ ഉജ്ബു. അൽ ഉജ്ബു, അൽ ഉജ്ബു എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ ഒരു അത്ഭുതം കൂറുക. ഞാൻ ഇങ്ങനെയെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ ഇങ്ങനെയുള്ള എല്ലാം നന്മകൾ ചെയ്യുന്നവനാണ്, ഞാൻ നല്ലൊരാളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ, അത് കർമ്മങ്ങളെ പൊളിച്ചു കളയും. ഫഖദ് റുവിയ അന്നൽ മുദ്ലി ലാ യുജാവിസു അമലുഹു റഅസഹു, ഇങ്ങനെ സ്വന്തത്തിൽ ഈ രീതിയിൽ ഒരു കാര്യം തോന്നുന്ന ഒരുത്തന്റെ അമല് അവനിൽ നിന്ന് ഉയരുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം അത് നിഷ്ഫലമായി പോകും.
ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉജ്ബ് സംഭവിച്ചാൽ അധിക ആളുകൾക്കും സംഭവിച്ചു പോകുന്ന, അല്ലെങ്കിൽ അവരറിയാതെ സംഭവിച്ചു പോകുന്ന, ചില പണ്ഡിതന്മാർ ശിർക്കുൻ ഖഫിയുൻ, ഗോപ്യമായിട്ട് സംഭവിക്കുന്ന ശിർക്ക് എന്ന തരത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഉജ്ബ് എന്നുള്ളത്. ചിലപ്പോൾ തോന്നിപ്പോകും ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ലൊരു അവസ്ഥയിലാണ്, അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അതൊക്കെ ചെയ്യുന്നത് എന്റെ കഴിവുകൊണ്ടാണ്, ആ രീതിയിൽ തോന്നുന്ന ഒരവസ്ഥ. എന്നിട്ട് പറയാണ് വറുവിയ അന്ന അല്ലാഹു തആല ഔഹാ ഇലാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വഹി നൽകി. ഹിലിയത്തുൽ ഔലിയയിലുള്ള ഒരു അസ്റാർ. യാ മൂസ ഖുൽ ലിൽ ആമിലീനൽ മുഅജബീൻ ഇഖ്സറൂ, കർമ്മം ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എന്നിട്ട് ഉജ്ബ് തോന്നുകയും, ഞാൻ ഇങ്ങനെ നല്ലൊരു അവസ്ഥയിൽ നല്ലൊരാളാണ് എന്ന് സ്വന്തത്തിൽ ഉജ്ബ് തോന്നുന്ന ആളുകളോട് പറയുക, നിങ്ങൾക്ക് നാശമാണ് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. വഖുൽ ലിൽ മുദ്നിബീന തായിബീൻ അബ്ശിറൂ, തിന്മകളിൽ സംഭവിച്ചു പോയി ആത്മാർത്ഥമായിട്ട് അതിൽ വിഷമത്തോടുകൂടി ഖേദത്തോടുകൂടി തൗബ ചെയ്ത് മടങ്ങുന്ന, ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറച്ച് തീരുമാനമെടുക്കുന്ന തൗബ ചെയ്യുന്ന ആളുകളോട് പറയൂ അബ്ശിറൂ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അഥവാ ഉജ്ബ് എന്നുള്ള കാര്യം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവന് തിന്മയേക്കാൾ അപകടം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ലൗ ലം തകൂനു തുദ്നിബൂൻ, നിങ്ങൾ പാപങ്ങൾ ചെയ്യുന്നവർ ആകുന്നില്ല എങ്കിൽ ലഖിഫ്തു അലൈക്കും അക്ബർ മിൻ ദാലിക്, നിങ്ങൾക്ക് അതിനേക്കാൾ വലുത് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു അൽ ഉജ്ബ് ഹദീസിന്റെ ലഫ്ളിൽ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ആശയം ഇതാണ്. ഉജ്ബിനെ, നിങ്ങൾ തിന്മ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിൽ ഞാൻ ഉജ്ബിനെ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ തിന്മ സംഭവിച്ചിട്ട് ഉണ്ടാകുന്നതിനേക്കാൾ അപകടമാണ് നന്മ ചെയ്തിട്ട് ഉജ്ബ് സംഭവിക്കുക എന്നത്. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, വഖാല ബഅദുഹും, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, ലിഅൻ അബീത നാഇമൻ വഉസ്ബിഹ നാദിമൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അബീത ഖായിമൻ വഉസ്ബിഹ മുഅജിബൻ. സലഫുകൾ ചിലർ പറയും, ഞാൻ രാത്രി ഉറങ്ങിപ്പോവുകയും രാത്രി നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി, രാവിലെ എണീറ്റപ്പോ എനിക്ക് അതിയായ ഖേദം, എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ, രാത്രി നിസ്കാരം കിട്ടിയില്ലല്ലോ, നിസ്കരിക്കാൻ ആഗ്രഹിച്ചതാണ്, ഉദ്ദേശിച്ചതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി, അത് കിട്ടാത്തത് കൊണ്ടുള്ള ഖേദം. അതാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം, മിൻ അൻ അബീത ഖായിമൻ വഉസ്ബിഹ മുഅജിബൻ, ഞാൻ എങ്ങനെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന, രാത്രി ധാരാളം നിസ്കരിക്കുന്ന ആളായിട്ട് രാത്രി ചെലവഴിച്ചു, എന്നിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഞാൻ രാത്രിയൊക്കെ നിസ്കരിച്ച നല്ലൊരാളാണ്, ഞാൻ അങ്ങനെ ഒരു ഉജ്ബോട് കൂടി അവൻ എഴുന്നേറ്റു. അതിനേക്കാൾ എനിക്കിഷ്ടം രാത്രി നിസ്കരിക്കാൻ സാധിക്കാതെ ഞാൻ ഉറങ്ങിപ്പോയി, രാവിലെ സാധിച്ചില്ലല്ലോ എന്ന ഖേദത്തിൽ എഴുന്നേൽക്കുന്നതാണ്. രാത്രി നിസ്കാരത്തിന്റെ ഫضل കുറക്കാനല്ല ഈ പറയുന്നത്, ഇവിടെ പറയുന്നത് ഉജ്ബിന്റെ അപകടം മനസ്സിലാക്കാനാണ്. ചെയ്ത കർമ്മങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായല്ലോ എന്നൊരു തോന്നുക എന്നത് ആ കർമ്മം ചെയ്യാതെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഖേദമാണ് ഈ തോന്നുന്നതിനേക്കാൾ നല്ലത് എന്നറിയിക്കാനാണ്. അഥവാ കർമ്മങ്ങളിൽ ഉജ്ബ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കർമ്മം തകർന്നു പോകുന്ന അവസ്ഥയാണ്. അടുത്തൊരു കാര്യം അമലുകളെ പൊളിച്ചു കളയുന്നത് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, തഹ്ഖീറുൽ മുസ്ലിം, മുസ്ലിമിനെ പുച്ഛിക്കുക, മുസ്ലിമിനെ വില കുറച്ച് കാണുക, അത് അവന്റെ കർമ്മം പൊളിയാൻ കാരണമാകും. അദ്ദേഹം പറയാണ്, വലാ തഹ്ഖിറന്ന മുസ്ലിമൻ, ഒരു മുസ്ലിമിനെയും നീ എന്ത് ചെയ്യരുത്, വില കുറച്ച് കാണരുത്, പുച്ഛിക്കുന്ന നിന്ദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വലാ തദുന്നന്ന അന്നക ഖൈറും മിൻഹു, ഒരിക്കലും ഒരു മുസ്ലിമിനേക്കാൾ ഉത്തമനാണ് നീ എന്ന് നീ കരുതണ്ട. ഫഇന്ന ദാലിക റുബ്ബമാ അഹ്ബക അമല, കാരണം പലപ്പോഴും അത് നിന്റെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും. ഒരാൾ നല്ല കർമ്മം ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ വേറൊരു മുസ്ലിമിനോട് ഒരു പുച്ഛം തോന്നുക, അവൻ പോരാ, അവന്റെ അത്ര ഒന്നുമില്ല, അവനൊരു വൃത്തികെട്ടവനാണ്, അല്ലെ ആ നിലക്ക് അവനേക്കാൾ നല്ലതാണ് എന്ന് തോന്നൽ വന്ന് ഒരു മുസ്ലിമിനെ പുച്ഛിക്കുക, നിന്ദിക്കുക എന്നുള്ളത് നിന്റെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കിയേക്കാം. എന്നിട്ട് പറയാണ്, വഖദ് റവൈന, നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അസറിൽ, അന്ന ഈസ അലൈഹിസ്സലാം ഖറജ ഫി സിയാഹതിഹി വമഅഹു ഹവാരിയുഹു, ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാം ഒരു നടക്കാൻ വേണ്ടി ഒരു തുറന്ന പ്രദേശത്തേക്ക് ഇറങ്ങിയതാണ്. ഈസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം ഹവാരിയങ്ങളുണ്ട്. ഹവാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്വഹാബിമാർ. ഫമറ ബിഖൽഅത്തിൻ ഫീഹാ ലിസ്സുൻ, അങ്ങനെ അവരൊരു കോട്ട അല്ലെങ്കിൽ ഒരു കൂടാരം, അതിന്റെ മുന്നിലൂടെ അവർ നടന്നുപോയി. അതിനകത്തൊരു കള്ളൻ ഉണ്ടായിരുന്നു, ഒരു കള്ളൻ അതിന്റെ അകത്തുണ്ടായിരുന്നു. ഫലമ്മാ റആഹുമാ, ഈ ഈസാ നബി അലൈഹിസ്സലാമിനെയും ഹവാരികളെയും ആ കള്ളൻ കണ്ടപ്പോൾ
ഫഖാല ലിനഫ്സിഹി, ആ കള്ളൻ സ്വന്തത്തിൽ പറഞ്ഞു, ഹാദാ ഈസ നബിയുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നബിയായ ഈസാ നബി അലൈഹിസ്സലാമാണ്. വഹാദാ ഹവാരിയുഹു, ഒപ്പമുള്ളത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുചരന്മാരാണ്. വമൻ അൻത യാ ശഖീ, ദൗർഭാഗ്യവാനായിട്ടുള്ള ഇത്രയധികം തിന്മകൾ മുഴുകിയവനെ നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ അവസ്ഥ എന്താണ്? ഇത് അള്ളാഹിന്റെ നബിയും ആ നബിയുടെ അനുചരന്മാരും പോകുന്നത് കണ്ടില്ലേ? ലിസ്തുൻ തഖ്തഉ ത്വരീഖ്, നീ ആരാണ്? നീ ഒരു കള്ളനാണ്, വഴിയിൽ കൊള്ള നടത്തുന്നവനാണ്. വതുഖൈഫു സബീൽ, നീ എന്ത് ചെയ്യുന്നു? വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ പേടിപ്പെടുത്തുന്നു. വതഖ്തുലു നഫ്സ അല്ലതി ഹറമല്ലാഹ്, അള്ളാഹു പരിശുദ്ധപ്പെടുത്തിയിട്ടുള്ള നഫ്സുകളെ, മനുഷ്യരെ നീ കൊല്ലുന്നു. നീ എന്തൊരു വൃത്തിയേറ്റവനാണെന്ന് സ്വന്തത്തിനെ പറഞ്ഞു. ഫനസല ഇലൈഹിമാ താഇബൻ നാദിമൻ, അങ്ങനെ കള്ളൻ ആ കോട്ടയിൽ നിന്ന് ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അഥവാ തൗബ ചെയ്ത തെറ്റുകളിൽ കുറ്റബോധം തോന്നി അങ്ങേയറ്റത്തും ഖേദത്തോടു കൂടി വരികയാണ്. ഫലമ്മാ അറാദ അൻ യംശിയ മഅഹുമാ, അങ്ങനെ ഇവരോടൊപ്പം നടക്കാം, ഇവരോടൊപ്പം ഇനി നല്ല രീതിയിൽ ജീവിക്കാം എന്ന നിലക്ക് ആ കള്ളൻ ഇവരോട് കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഖാല നഫ്സിഹി, കള്ളൻ സ്വന്തത്തിനോട് പറഞ്ഞു, മാ അന ബി അഹ്ലിൻ അൻ അംശിയ മഅഹുമാ, ഇവരോടൊപ്പം നടക്കാൻ പറ്റിയ ഒരാളല്ല ഞാനൊരു കള്ളനായിട്ടുള്ള ആളായിരുന്നു, ഞാൻ ഇവരോടൊപ്പം നടക്കാൻ എനിക്ക് യോഗ്യതയില്ല. വലാകിൻ അംശി ഖൽഫഹുമാ കമാ യംശിൽ മുദ്നിബു ദലീൽ, ഒരു നിന്ദ്യനായിട്ടുള്ള ഒരു പാപി നടക്കുന്നത് പോലെ ഇവരുടെ പിന്നിൽ ഞാൻ പിന്നാലെ നടക്കുന്നതാണ് നല്ലത്, ഇവരോടൊപ്പം നടക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന കള്ളൻ സ്വന്തത്തിനോട് പറഞ്ഞു. ഫമശാ ഖൽഫഹുമാ, അങ്ങനെ കള്ളൻ ഇവരുടെ പിന്നിലൂടെ നടന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖവാരികളിൽ നിന്നും കുറച്ച് പിന്നിലായിക്കൊണ്ട് ഇവരോടൊപ്പം ഇങ്ങനെ നടക്കുക. ഫൽസഫത്തൽ ഹവാരിയും, അങ്ങനെ ഹവാരിയങ്ങളിൽ ചിലർ ഈ കള്ളനെ തിരിഞ്ഞു നോക്കി. ഫറആഹു യംശി ഖൽഫഹുമാ, അങ്ങനെ ഇവരുടെ പിന്നിലൂടെ ഇയാൾ നടക്കുന്നത് കണ്ടു. ഫഅറഫഹു, അങ്ങനെ മനസ്സിലായി ഇത് ഈ കള്ളനാണ് എന്നുള്ള നിലക്ക് അവർക്ക് മനസ്സിലായി. ഫഖാല ഫീ നഫ്സിഹി, അങ്ങനെ ഈ ഹവാരിയങ്ങൾ അവരുടെ ഉള്ളിൽ ഇയാളിങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഈ ഹവാരിയങ്ങളിൽ ചില അവരുടെ ഉള്ളിൽ തോന്നി, മൻ ഹാദൽ കൽബു ഹത്താ യംശി ഖൽഫനാ, ഇത് ഏതാണ് ഈ ഒരു കൽബ്, ഞങ്ങൾ പിന്നാലെ നടക്കുന്ന ഒരു നായയെ പോലെ നടക്കുന്ന ഇവൻ ആരാണ് എന്ന് സ്വന്തത്തിൽ അവർക്ക് തോന്നിപ്പോയി, പറഞ്ഞിട്ടും തോന്നിപ്പോയി. ഫത്തല അല്ലാഹു തആല അലാ മാ ഫീ അൻഫുസിഹിമാ, അവർ രണ്ടുപേരുടെയും ഉള്ളിൽ, അഥവാ കള്ളന്റെ ഉള്ളിൽ എന്താണ്, ഈ ഹവാരിയങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അല്ലാഹു തആല അറിഞ്ഞു, അല്ലാഹു അറിയുന്നവനാണ്. ഫഔഹ അല്ലാഹു ഇലാ ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു വഹി ഇറക്കി. അൻ ഖുൽ ലിൽ ഹവാരി വല്ലിസ് യസ്തഅനിഫാനിൽ അമൽ, ആ ഹവാരികളോടും ആ കള്ളനോടും പറയാൻ അവർ കർമ്മങ്ങളിൽ വ്യത്യസ്ത അവസ്ഥയിലാക്കിയിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട്. അമ്മൽ ലിസ്സു ഫഖദ് ഗഫർതു ലഹു ബിതൗബതിഹി വസ്ദിറാഇഹി അലാ നഫ്സിഹി, ആ കള്ളൻ തൗബ ചെയ്തുകൊണ്ടും സ്വന്തത്തിനെ ആക്ഷേപിച്ചതുകൊണ്ടും അവൻ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. വഅമ്മൽ ഹവാരിയു, പക്ഷേ ആ അനുചരന്മാർ, ഫഖദ് അഹ്ബത്തു അമലഹു, ആ വ്യക്തിയുടെ, ഇത് തോന്നിയ ആളുടെ അമലിനെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കുന്നതല്ല. ബിസ്ദിറാഇഹി അൽ-ഇസ്തിത്താഇബ്, ഈ ഒരു തൗബ ചെയ്ത് മടങ്ങിയ ഈ കള്ളനോട്, ഈ പാപിയോടുണ്ടായ നിന്ദ്യത, അവനോട് തോന്നിയ ആ ആക്ഷേപം, അതിന്റെ പേരിൽ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായിട്ടുണ്ട് എന്നൊരു അസർ വന്നതായിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തന്നെ കിതാബു തവ്വാബീൻ എന്ന കിതാബുണ്ട്, അതിലും കൊടുത്തിട്ടുള്ള ഒരു അസറാണിത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ഒരു മുസ്ലിമിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അള്ളാഹുവിനാണ് അറിയാം. അപ്പൊ ഒരു മുസ്ലിം ഒരു പാപിയാണെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അവനെ നേർമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ സംഭവം കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഷാമിൽ നിന്നോ മറ്റോ ഒരു സംഘം വരാറുണ്ട്. അതിൽ ഒരാൾ കുറെ കാലത്ത് വന്നില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഇന്ന ആൾ എവിടെ? അപ്പൊ അവര് പറഞ്ഞു, അവൻ ഇപ്പൊ മദ്യപാനി ആയിട്ടുണ്ട്, അവൻ എപ്പോഴും മദ്യം കഴിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു എത്രയും പെട്ടെന്ന് ആ കാത്തിബിനെ വിളിച്ചിട്ട്, എഴുത്തുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, സൂറത്ത് ആ ആയത്ത് എഴുതിയിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇത് അവന് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി ആയത്ത് ഓതിയിട്ട് അത് തഫക്കുർ ചെയ്തിട്ട് അവന് തൗബ ചെയ്ത് മടങ്ങി നന്നാവുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിൽ ആരെങ്കിലും വല്ല ഇസ്തിഖാമത്തിന് തെറ്റിപ്പോവുകയാണെങ്കിൽ അവനെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ അവനെ സഹായിക്കുന്ന, അവനെ പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്. ഇനി അവൻ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ
അവനെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയ ഒരു കാര്യമായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ വീണ്ടും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങളാണ് അവിടെ പൊളിഞ്ഞു പോവുക. നമ്മുടെ കർമ്മങ്ങളാണ് പൊളിഞ്ഞു പോവുക. കാരണം അള്ളാഹുവിനെ അറിയുള്ളൂ. അവന് ബാഹ്യമായിട്ട് തൗബ ചെയ്ത് മടങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ചെയ്ത തിന്മകളുടെ മേലെ അവനെ ആരോപിച്ചാൽ മറ്റു ചില അഫ്തറുകൾ വന്നതുപോലെ ആ തിന്മ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. നഊദു ബില്ലാഹ്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ആ മുസ്ലിം ആ ഒരു കള്ളനോട് തോന്നിയ ആ ഒരു ആക്ഷേപം നിന്നിയത് അത് തന്നെ ഇതിൽ അപകടമായിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മുസ്ലിമീങ്ങളോട് നമ്മുടെ ഉള്ളിൽ ഈ രീതിയിൽ എന്തെങ്കിലും തോന്നിപ്പോയാലോ, ഒരു മുസ്ലിമായ വ്യക്തിയോട് നമുക്ക് ഏതെങ്കിലും രീതി തോന്നി ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്ന രീതി തോന്നിപ്പോയാലോ നമ്മുടെ കർമ്മങ്ങളാണ് പൊളിഞ്ഞു പോവുക. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ് വേറൊരു സംഭവം. വഖാല ബഅദു അംബിയാഇ ബനി ഇസ്രായീൽ ലിഖൗമിഹി, ബനു ഇസ്രായേലിൽപ്പെട്ട അവർക്കുണ്ടായ നബിമാർ അവരുടെ സമൂഹത്തിനോട് പറഞ്ഞു, ഇതൂനി ബിഖൈരിക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമനായ ഖൈറായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅതൗഹു ബിറജുലിൻ, അങ്ങനെ അവർ ഒരാളെ കൊണ്ടുവന്നു. ഫഖാല ലഹു അന്നബി, അങ്ങനെ നബി അയാളോട് മാത്രമായി പറഞ്ഞു, ഇഅ്തിനി ബിശർരിഹിം, നിങ്ങളിൽ ഏറ്റവും ഷർറായ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഫറജഅ ബിനഫ്സിഹി, അങ്ങനെ അയാൾ മടങ്ങി ഏറ്റവും ഷർറുള്ള ആളെ വിളിക്കാൻ പോയി. ഫഖാല, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നബിയോട് പറഞ്ഞു, മാ വജദ്തു ഫീഹിം ശർറൻ മിന്നി, എന്നേക്കാൾ ഷർറ് നിറഞ്ഞ ഒരാളെ ഞാൻ ആ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. എന്റെ സമൂഹത്തിൽ ഖൈറായിട്ടുള്ള ആള് ജനങ്ങൾ കൊണ്ടുവന്നതാണ്. അയാൾ പറയാൻ എന്നേക്കാൾ ഷർറായിട്ടുള്ള ഒരാളെയും എന്റെ ഖൗമിൽ ഞാൻ കാണുന്നില്ല. ഫഖാല, അപ്പൊ നബി പറഞ്ഞു, സദഖൂ, അവർ പറഞ്ഞത് സത്യമാണ്, അൻത ഖൈറുഹും, നീയാണ് അവരിൽ ഖൈറായിട്ടുള്ളവൻ. അഥവാ സ്വന്തത്തിൽ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണ് ഞാൻ, മറ്റുള്ളവരെക്കാൾ നല്ലവനാണ് ഞാൻ എന്ന തോന്നലില്ലാതെ തന്റെ കുറവുകളെ കുറിച്ച് ഭയപ്പെടുന്ന ഒരു വ്യക്തി, അവനാണ് യഥാർത്ഥത്തിൽ ആ ഖൗമിൽ ഖൈറായിട്ടുള്ളവൻ. അപ്പോ ഒരു മുസ്ലിമിനെ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുക എന്നുള്ളത് കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാനുള്ള കാരണമായി ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുകയാണ്. വമിൻ ദാലിക്, അതുപോലെ കർമ്മങ്ങൾ പൊളിക്കുന്ന ഒരു കാര്യമാണ് മുഖാലഫത്തു സുന്ന ഖൗലൻ ഔ ഫിഅലൻ ഔ ഇഅ്തിഖാദൻ, സുന്നത്തിനോട് എതിരാവുക. ഒരു കർമ്മം സുന്നത്തിനോട് എതിരാവുക, അത് ഖൗലൻ, അത് വാക്കായിട്ടാവട്ടെ, ഫിഅലൻ പ്രവൃത്തിയായിട്ടാവട്ടെ, ഔ ഇഅ്തിഖാദൻ വിശ്വാസപരമായിട്ടാവട്ടെ. അഥവാ ഇബാദത്തുകൾ പ്രധാനമായി മൂന്നിനത്തിലുണ്ടാവും, നാവ് കൊണ്ടും കൽബ് കൊണ്ടും ശരീരം കൊണ്ടും, ഏത് കാര്യം കൊണ്ടാണെങ്കിലും സുന്നത്തായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള ഒരു കാര്യത്തിനോട് എതിരാവുകയാണ് എങ്കിൽ ആ കർമ്മം ഒളിഞ്ഞു പോകാൻ ഉള്ള കാരണമാണ്. പ്രത്യേകിച്ച് ബിദ്അത്തുകൾ സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ ആ കർമ്മം പിന്നെന്താണ്? സ്വീകരിക്കപ്പെടുകയില്ല, അത് പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ അവന്റെ സംസാരങ്ങൾ, ദിക്റുകൾ, അതാണെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അവന്റെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണെങ്കിൽ അത് പൊളിഞ്ഞു പോകും. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, ഹുവ ദലീലുൽ ഹാദി ഇല സിറാത്തിൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന അതിനുള്ള തെളിവുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതാണ് സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ വഴി കാണിക്കുന്നത് നബിയെ നേരായ മാർഗത്തിലേക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഒരു കർമ്മമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കർമ്മത്തിനോട് ഒരു കർമ്മം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് അതിര് കവിയുന്ന അവസ്ഥയാണ് എങ്കിൽ ആ കർമ്മം പൊളിഞ്ഞു പോകുന്നതാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ആ കർമ്മം പിന്നെ നമുക്ക് ഉപകരിക്കാത്ത രീതിയിൽ തകർന്നു പോകും. ബിദ്അത്തുകൾ പ്രധാനമായിട്ടും അതുപോലെ തന്നെ അതല്ലാത്ത രീതിയിൽ കർമ്മങ്ങളുടെ എണ്ണത്തിലും രൂപത്തിലും മാറ്റം വരുത്തി അങ്ങനെ ഏതവസ്ഥയിലാണ് സുന്നത്തിനോടെതിരാണോ ആ കർമ്മം നിഷ്ഫലമായിരിക്കും. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, ഫമൻ ഖാലഫ ദലീല വഅഖദ ഗൈറ തരീഖിഹി വല്ല, ആരെങ്കിലും ഈ തെളിവുകളോട്, ഖുർആനിലും ഹദീസിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തെളിവുകളോട് എതിരായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വല്ല, അവൻ പിഴച്ചു പോകും, അവൻ വഴികേടിലാവും. ബലിത്തബഅ സുന്ന, പക്ഷെ സുന്നത്ത് പിൻപറ്റാണ് വേണ്ടത്. അത് വിശ്വാസവും കർമ്മവും സംസാരം ഏത് കാര്യമാണെങ്കിലും സുന്നത്തിൽ എന്താണോ വന്നത് അതങ്ങനെ. എന്നിട്ട് പറയാം, സിർ ഹൈസു സാറത് വഖിഫ് ഹൈസു വഖഫത്, എവിടെയാണോ ഹദീസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സുന്നത്ത് വന്നിട്ടുള്ളത് അത് നീ ചെയ്തുകൊള്ളുക, എവിടെയാണോ അത് നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് പഠിപ്പിക്കപ്പെടാത്തുള്ളത് അവിടെ നിൽക്കുകയും ചെയ്യുക. കർമ്മങ്ങളുടെ ആധിക്യം നോക്കി എന്ത് ചെയ്യണ്ട, അത്ഭുതപ്പെടണ്ട.
ചില ആളുകൾ അവർ ഇന്ന ദിക്ർ ചെല്ലുന്നുണ്ട്, ഇന്ന സ്വലാത്ത് ചെല്ലുന്നുണ്ട്, ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര വക്ത് നിസ്കരിക്കുന്നുണ്ട്. അതൊന്നും എന്തല്ല, ദീനിൽ ആ അമൽ സ്വീകരിക്കപ്പെട്ടു എന്നതിനുള്ള തെളിവല്ല. അമൽ സ്വീകരിക്കണമെങ്കിൽ സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, അത് സ്വഹാബികൾ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടോ? ആണെങ്കിൽ അത് മാത്രമാണ് ശരി. എന്നിട്ട് പറയാണ്, വലാ തതജാവസ്ഹാ ഫതഗ്ലുവ ഫീ ദീനിക്. നീ ആ സുന്നത്തിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ദീനിൽ ഗുലൂവ് കാണിക്കുന്ന ആളായി നീ മാറും, ദീനിൽ പരിധി ലംഘിക്കുന്ന ആളായിട്ട് നീ മാറും. മിസ്ലൽ വസ്വസതി ഫി ത്വഹാറതി വസ്സലാ, ഏതുപോലെ ചില ആളുകൾക്കുണ്ടാകുന്ന ത്വഹാറത്തിൽ, വുദൂയിൽ, അതുപോലെ നിസ്കാരത്തിൽ ഉണ്ടാകുന്ന വസ്വാസുകൾ. അതുപോലെ വസിയാദതി അൽ ഖുസ്ലാത്തിൽ മശ്റൂഅ, ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കുളിയാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വുദൂ പോലെയുള്ള കാര്യങ്ങളാവട്ടെ അതിൽ വർദ്ധിപ്പിക്കുക. വൽ ഇസ്റാഫ് ഫിൽ മാ, വെള്ളം ഉപയോഗിക്കുന്നതിൽ അതിര് കവിയുക. വതൻജീസി മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഅമിലുഹു വയുതഹ്ഹിറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജസ് ശുദ്ധിയാക്കുന്ന ആ രീതിയിൽ നിന്ന് പരിധി ഇടുക. ഒരു നജസായി അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധിയാക്കാൻ പഠിപ്പിച്ചത്, അതിനപ്പുറത്തേക്ക് പരിധി വിടുക. വസ്സലാത്തി ഫീ വഖ്തി നഹി, നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്ത് നിസ്കരിക്കുക. വസ്സൗമി ഫീ മാ നുഹിയ അൻഹു, നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസത്തിൽ നോമ്പ് നോൽക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ സുന്നത്തിനെതിരായി വരുന്നതാണ്. അഥവാ സുന്നത്തിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളാണ് പറയുന്നത്. ത്വഹാറത്തിലും അതുപോലെ നിസ്കാരത്തിലും സംഭവിക്കുന്ന വസ്വാസുകൾ. ചില ആളുകൾ കാണാം, അവർ വുളു എടുക്കുമ്പോൾ അവർക്ക് 3 തവണ എന്ത് ചെയ്താൽ മതി, കഴുകിയാൽ മതി. പക്ഷെ അവർ 8ഉം 10ഉം തവണ അവരുടെ വുളുവിന്റെ അവയവങ്ങൾ കഴുകിയാലും അവർക്ക് തൃപ്തിയാവില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിന് നിയ്യത്ത് അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം എത്ര പറഞ്ഞാലും അത് ശരിയായിട്ടില്ല, അത് ചെയ്ത് ശരിയായിട്ടില്ല എന്ന നിലക്ക്. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുമ്പോൾ അവർക്ക് എത്ര വെള്ളം ഒഴിച്ചാലും ഇത് ശരിയായില്ല എന്ന് തോന്നുന്ന അവസ്ഥ. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നതിൽ ചില ആളുകൾക്ക് കുളിക്കാൻ വേണ്ടി ഒരു ടാങ്കി മൊത്തമുള്ള വെള്ളം വേണ്ടി വരും. അല്ലെങ്കിൽ ആ രീതിയിൽ അനാവശ്യമായിട്ട് ഇസ്റാഫുകൾ, അല്ലെങ്കിൽ നജസ് വൃത്തിയാക്കുന്നതിൽ, ഇപ്പൊ നജസ് ഉണ്ടായി അത് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി, അവിടെ വൃത്തിയായിട്ടുണ്ടാവും. പക്ഷെ അത് പോരാഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും കല്ലുകൊണ്ട് വരെ ഉരതി തൊലി കളഞ്ഞ്, ഒരു നജസായ തൊലി, ആ തൊലി പോയി മാംസം കാണുന്നത് വരെ ഉരച്ച് കഴുകിയിട്ടും അത് വൃത്തിയായിട്ടില്ല എന്ന് തോന്നുന്ന ആളുകൾ. അതുപോലെ നിസ്കാരം വിരോധിക്കപ്പെട്ട ഫജ്റിന് ശേഷമുള്ള, അസറിന് ശേഷമുള്ള, അല്ലെങ്കിൽ സൂര്യൻ നേരെ മുകളിലായി നിൽക്കുന്ന ഈ സന്ദർഭങ്ങളിലെല്ലാം നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ നോമ്പ് വിരോധിക്കപ്പെട്ടിട്ടുള്ള ഈദിന്റെ ദിവസങ്ങളെല്ലാം നോമ്പ് നോൽക്കുന്ന, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സുന്നത്തിനെതിരായി കൊണ്ടുവരുന്നതാണ്. ഈ കർമ്മങ്ങൾക്ക് എന്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കാതെ നിഷ്ഫലമായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നിട്ട് ഒരു അസർ കൂടി ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഈ ബാബിൽ കൊടുക്കുകയാണ്. ഖാല അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ്, സലഫുകളിൽ വളരെ ശ്രേഷ്ഠനായ അസ്സാഹിദുൽ ഖുദ്വ, വളരെയധികം ജാഹിദായിരുന്ന വ്യക്തിയാണ് അബൂ സുലൈമാൻ അദ്ദാറാനി. അദ്ദേഹം പറയാണ്, ഇദാ അറദ്ത അമലൻ, നീ ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, തറാ അന്നഹു ത്വാഅത്തുൻ ഫൻദുർ ഫഇൻ വറദത് ബിഹി സുന്ന, നീ അത് അള്ളാഹുവിനുള്ള ഒരു അനുസരണമാകണമെന്നാണ് നീ കരുതുന്നത് എങ്കിൽ നീ നോക്കുക അത് സുന്നത്തിൽ വന്നിട്ടുണ്ടോ, അതിന് തെളിവുണ്ടോ നോക്കുക. ഫഇല്ലാ ഫദഅഹു, തെളിവില്ല എങ്കിൽ നീ അത് ഒഴിവാക്കുക. എത്ര നല്ല കർമ്മമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും അതിന് സുന്നത്തിന്റെ തെളിവില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് ഒഴിവാക്കുക. ഔ കമാ ഖാല, അല്ലെങ്കിൽ വഇദാ ദഅത്ക നഫ്സുക ഇലാ മഅസിയത്തിൻ ഫദക്കിർഹാ സൂഅ ആഖിബതിഹാ, അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു, നീ നിന്റെ നഫ്സിൽ ഒരു തിന്മ ചെയ്യാൻ നിനക്കൊരു പ്രേരണ നഫ്സ് തരികയാണെങ്കിൽ, തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയാണെങ്കിൽ, ഫദക്കിർഹാ സൂഅ ആഖിബതിഹാ, ആ തിന്മ ചെയ്യുന്നത് കൊണ്ട് നിനക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മോശമായ പര്യവസാനം നീ അതിനെ ഓർപ്പിക്കുക. ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ അതുകൊണ്ടുണ്ടാവുന്ന പര്യവസാനം എത്ര മോശമായിരിക്കുമെന്ന് സ്വന്തത്തെ ഓർമ്മിപ്പിക്കുക എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് 4 കാര്യങ്ങളാണ് അമല് പൊളിഞ്ഞു പോകാൻ, സൽക്കർമ്മങ്ങൾ മുന്നേറുന്ന ആളുകൾക്ക് അമല് നിഷ്ഫലമാകാൻ കാരണമാകുന്ന കാര്യങ്ങൾ. 1 റിയാ, 2 ഉജ്ബ്, 3 തഹ്ഖീറുൽ മുസ്ലിം, 4 മുഖാലഫത്തുസ് സുന്ന. ഇതിന് പുറമേയും കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ റിസാലയിൽ ഈ 4 കാര്യങ്ങൾ പ്രധാനമായി പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ അമലുകളിൽ സൂക്ഷിക്കുക. 3ാമത്തെ ഫസ്ലായി ഈ റിസാലയെ വേർതിരിക്കുമ്പോൾ അടുത്തത് വരുന്ന വിഷയം അൽ മുറാഖബത്തു വൽ ഖശ്യ,
അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അതുപോലെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഈ ബാബിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്ന വിഷയത്തെ തഫക്കുറാണ്. ഉറ്റാലോചിക്കുന്ന ഒരു ഉൾച്ചിന്ത ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനുണ്ടായിരിക്കണം. ഒരു മുഅ്മിന് അവന്റെ ഈമാനിൽ ഏറ്റവും അധികം വർധനവും അവന്റെ കർമ്മങ്ങളിൽ മുന്നേറാനുമുള്ള പ്രേരണ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരു കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളെ വേർതിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തഫക്കുറാണ്. തഫക്കുർ ഉള്ളവനാണ് അവന്റെ ദീനിലും ഈമാനിലും അവന് മുന്നേറാൻ സാധിക്കുക. അത് വളരെ മഹത്തായിട്ടുള്ള ഒരു ഇബാദത്താണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, നീ അറിയണം, അന്നല്ലാഹു തആല നാദിറുൻ ഇലൈക മുത്തലിഉൻ അലൈക, അല്ലാഹു നിന്നെ നോക്കി കാണുന്നവനാണ്, നിന്റെ അകത്തുള്ള ചിന്തകളെ പോലും അറിയുന്നവനാണ്. ഫഖുൽ ലിനഫ്സിക, നിന്റെ സ്വന്തത്തിനോട് നീ പറയുക, ലൗ കാന റജുലുൻ മിൻ സാലിഹി ഖൗമി, സ്വന്തത്തിനോട് പറയാൻ, നമ്മൾ ഓരോരുത്തരും പറയാണ്, എന്റെ ജനതയിലെ ഏറ്റവും സാലിഹായിട്ടൊരു വ്യക്തി യറാനി ലസ്തഹൈതു മിൻഹു, എന്നെ കാണുകയാണെങ്കിൽ ഞാൻ അവന്റെ മുമ്പിൽ ലജ്ജ കാണിക്കും. അതായത് ഈ നമ്മുടെ സമൂഹത്തിൽ സ്വാലിഹായിട്ടൊരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ അയാൾ കാണുക തിന്മ ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും? ഒരു മടിയായിരിക്കും. അയാളുടെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു തിന്മ നമ്മൾ ചെയ്യാൻ നിൽക്കില്ല, നമുക്ക് ലജ്ജ ഉണ്ടാവും. ഫകൈഫ ലാ അസ്തഹി മിർ റബ്ബി തബാറക വതആല, ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിന്റെ മുമ്പിൽ ലജ്ജയില്ലാതെ ആവുക? ആരും കാണില്ല എന്നുള്ള ഒരു ഉറപ്പിൽ തിന്മ ചെയ്യുമ്പോൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ ലജ്ജയില്ലാതെ എങ്ങനെയാണ് ഞാൻ ആവുക? നീ നിന്റെ സ്വന്തത്തിനോട് പറയാ. ثم لا آمن تعجيل عقوبته وكشف ستره, എന്നിട്ട് ഞാൻ നിർഭയനാവുകയോ? ഇതിന്റെ ഒരു അവസാനം എങ്ങനെയാവുക? അത് പെട്ടെന്ന് ഉണ്ടാകുന്നതിനെ തൊട്ട് നിർഭയനാവുകയോ? അല്ലെങ്കിൽ എന്റെ രഹസ്യം, ആ പാപം മറച്ചു വെക്കുന്ന മറ അള്ളാഹു വെളിവാക്കുമെന്നതിനെ തൊട്ട് ഞാൻ നിർഭയനാവുകയോ? എങ്ങനെയാണ് അത് ചെയ്യുക? സ്വന്തത്തിനോട് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലെ ഒരു മാന്യനായ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ ലജ്ജിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനുള്ള ശിക്ഷ പെട്ടെന്നെങ്ങാനും നൽകിയാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ മറ അത് നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ച് സ്വന്തത്തിനോട് ചോദിക്കുക. എന്നിട്ട് പറയാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ്, വഅലം, നീ അറിയണം, അന്നക ലാ തഖ്ദിറു അലാ മഅസിയതിഹി ഇല്ലാ ബിനിഅമതിഹി. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയാണ്, നിനക്ക് സാധിക്കില്ല, ഒരു തിന്മ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല അള്ളാഹുവിന്റെ ഒരു നിഅമത്ത്, അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്ത് കൊണ്ടല്ലാതെ. ഒരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് നൽകിയ ആഫിയത്ത്, അള്ളാഹു അവന് നൽകിയ സമ്പത്ത്, അല്ലെങ്കിൽ അള്ളാഹു അവന് നൽകിയ കഴിവ്, ഇതിന്റെ എന്തെങ്കിലും ഒരു നിഅമത്ത് കൊണ്ടല്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു തിന്മ ചെയ്യാൻ സാധിക്കില്ല. ഫകം ലഹു അലൈക മിൻ നിഅമത്തിൻ ഫി യദിക അല്ലതി മദദ്തഹാ ഇലാ മഅസിയതി, നിന്റെ കയ്യിന് അള്ളാഹു നൽകിയ എത്ര നിഅമത്തുകൾ കൊണ്ടാണ് നീ തിന്മയിലേക്ക് അതിനെ നീട്ടിയത്? ഒരു ആ കയ്യിന് അള്ളാഹു നൽകിയ എത്ര നിഅമത്തുകൾ കൊണ്ടാണ് നീ ഒരു തിന്മയിലേക്ക് അതിനെ നീട്ടിയത്? വകം മിൻ നിഅമത്തിൻ ഫി ഐനിക അല്ലതി നദർത ബിഹാ ഇലാ മാ ഹറമ അലൈക, അള്ളാഹു നിന്റെ കണ്ണിന് നൽകിയ എത്ര നിഅമത്തുകൾ കൊണ്ടാണ് ഹറാമായ കാര്യങ്ങളിലേക്ക് നീ നോക്കിയത്? വഫീ ലിസാനിക അല്ലദീ നതഖ്ത ബിഹി ബിമാ ലാ യഹില്ലു ലക, നിനക്ക് അനുവദനീയമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞ നിന്റെ നാവ് കൊണ്ട് നീ സംസാരിച്ചിട്ടുള്ളത്. വലൈസ മിൻ ശുക്രി ഇൻആമിഹി അൻ തസ്തഈന ബിഹി അലാ മആസി, ആ നിഅമത്തുകൾക്കുള്ള നന്ദി കാണിക്കലാവില്ല അതുകൊണ്ട് നീ ചെയ്യുന്ന തിന്മകൾ. ഒന്ന് ശരിക്കും ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണില്ലാത്ത ഒരാൾക്ക്, കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കണ്ണിന് മാരകമായ ഒരു രോഗം ബാധിച്ച ഒരാൾക്ക് ആ കണ്ണുകൊണ്ട് കാഴ്ചയുള്ളവൻ ചെയ്യുന്ന ഹറാമുകളിലേക്ക് നോക്കേണ്ടി വരുന്നില്ല, അവനത് സാധിക്കുന്നില്ല. എത്രത്തോളം ഒരു ബുദ്ധിമുട്ടിലായിരിക്കും അവന്റെ ജീവിതം. ആ നിഅമത്ത് നമുക്ക് ലഭിച്ച് അതുകൊണ്ട് നമ്മൾ ഹറാമ് കാണുന്നുണ്ടെങ്കിൽ, കൈയില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ കൈ തളർന്നു പോയ ഒരാൾക്ക്, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും രോഗം ബാധിച്ച ആൾക്ക്, അയാൾ ചെയ്യാത്ത തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു നൽകിയ നിഅമത്തുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടല്ലാതെ നമ്മൾ തിന്മ അവനെ ധിക്കരിക്കുന്നില്ല. എന്ത് വലിയൊരു നന്ദികേടാണ്. ഇത് പറയാൻ കാന ബഅദുഹും യഖൂൽ, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക മിൻ ഖതീഅത്തിൻ ഖവിയ അലൈഹാ ബദനി ബിആഫിയതിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്,
നീ ആഫിയത്ത് നൽകിയ ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്തത്. വനാലത്ഹാ യദീ ബിഫദ്ലി നിഅമതിക്, നിന്റെ നിഅമത്തുകൾ നൽകപ്പെട്ടിട്ടുള്ള ലഭിച്ചിട്ടുള്ള ഈ കൈ പ്രവർത്തിച്ചതിനെ തൊട്ട്. വൻബസത്തു ഫീഹാ ബിസിഅതി റിസ്ഖിക്, നിന്റെ ഉപജീവനം, നീ നൽകിയ ഉപജീവനത്തിന്റെ വിശാലത കൊണ്ട് ഞാൻ ചെയ്ത തിന്മകളെ തൊട്ട്. വഹ്തജബ്തു ഫീഹാ അനിന്നാസ് ബിസിത്രിക്, ജനങ്ങളുടെ മുമ്പിൽ നീ മറച്ചു വെച്ച മറ ഉണ്ടായിട്ടും ഞാൻ ചെയ്ത തിന്മകളെ തൊട്ട്. വജറഅനി അലൈഹാ ഹിൽമുക വഅനാതുക്, നീ പെട്ടെന്ന് പിടികൂടാതെ നീ കാണിച്ച അവധാനത ഉണ്ടായിരിക്കെ ഞാൻ ആ തിന്മയിൽ മുഴുകിയതിനെ തൊട്ട്. വത്തഖൽതു ഫീഹാ അൻ ഖരീമി അഫ്വിക്, നിന്റെ അങ്ങേയറ്റം മാന്യതയോടുകൂടി നീ വിട്ടുവീഴ്ച ചെയ്തു തരും എന്ന പ്രതീക്ഷയിൽ അത് വരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ തിന്മയിൽ മുഴുകിയതിനെ തൊട്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നൽകിയ റിസ്ക്കും അള്ളാഹു നൽകിയ നിഅമത്തുകളും അള്ളാഹു മറച്ചതുകൊണ്ടുള്ള മറ കൊണ്ടും അതുപോലെ അള്ളാഹു പുറത്തു തരുന്നുള്ള പ്രതീക്ഷ കൊണ്ടുമാണ് നമ്മളൊക്കെ തിന്മ ചെയ്യുക. അങ്ങനെ സംഭവിച്ചു പോയ തിന്മകൾ അള്ളാഹ് എനിക്ക് ഇന്ന് പുറത്തു തരണേ. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം എത്രത്തോളം നന്ദി കെട്ടവരുടെ കൂട്ടത്തിലാണ് ഉൾക്കൊണ്ടു പോകുന്നത് എന്ന്. എന്നിട്ട് പറയാണ് വലൗലം യകുൻ മിൻ നിഅമിഹി അലൈക ഫീ മഅസിയതിക, അള്ളാഹു നൽകിയ, നീ തിന്മ ചെയ്തിട്ടും അള്ളാഹു നൽകിയ നിഅമത്ത് ഇനി പറയുന്ന ഒന്ന് മാത്രം മതി. എന്താണ്? ഇല്ലാ സിത്രഹ അലൈക ലകഫ, അള്ളാഹു നിനക്കത് മറച്ചു വെച്ചു എന്നുള്ളത്, അത് മാത്രം മതി നീ ചെയ്ത മഅസിയത്തുകൾക്ക് പകരം നിഅമത്തായിട്ട്. നമ്മൾ ചെയ്ത നിഅമത്തുകൾക്ക് പകരം, അപ്പോൾ നമ്മൾ ചെയ്ത മഅസിയത്തുകൾക്ക് പകരം ഒരു നിഅമത്തായിട്ട് അള്ളാഹ് അത് മറച്ചു വെച്ചു എന്നുള്ളത് മാത്രം മതി. എന്നിട്ട് പറയാണ് ഫലൗ ഉത്തല അന്നാസു അലൈക ലൻ ഹതക്ത, ഈ തിന്മകളെങ്ങാനും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ വഷളായി പോകുമായിരുന്നു, ജനങ്ങളുടെ മുമ്പിൽ നീ നിന്ദിക്കപ്പെടുമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അള്ളാഹു നൽകിയ നിഅമത്തുകളെയും നമ്മൾ ചെയ്യുന്ന മഅസിയത്തുകളെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും എത്രത്തോളം നന്ദി കെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന്. എന്നിട്ട് പറയാണ് വഖദ് റവൈന അന്ന റജുലൻ അതാ ഇബ്രാഹിം ഇബ്നു അദ്ഹം, നമുക്ക് കാണാം ഇബ്രാഹിം ഇബ്നു അദ്ഹം സൽഫയിൽപ്പെട്ട ഒരു ജാഹിദായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു യാ അബാ ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബൂ ഇസ്ഹാഖ്, ഇന്നനി ലാ അസ്ബിറു അനിൽ മആസി, എനിക്ക് ചില തിന്മകൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, അതിൽ ക്ഷമിച്ച് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല, അതിൽ ഞാൻ വീണ്ടും വീണ്ടും അകപ്പെട്ടു പോവുകയാണ്. ഫഖുൽ ലീ ഖൗലൻ അൻതഫിഉ ബിഹി, എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു തരണം, അഥവാ തിന്മകളിൽ രക്ഷപ്പെടാൻ എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ പറയാം. അഖൂലു ലക ഖംസ ഖിസാലിൻ, ഞാൻ നിനക്ക് 5 കാര്യം പറയാം. ഇൻ ഖദിർത അലൈഹാ ലം തവറക മഅസിയത്തുൻ, ആ 5 കാര്യങ്ങൾ നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ തിന്മ കൊണ്ട് നിനക്കൊരു ദോഷമില്ല. ആ 5 കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ തിന്മ നിനക്കൊരു ദോഷവും ചെയ്യില്ല. എന്നിട്ട് പറഞ്ഞു ഖാല ഹാജി, അപ്പൊ അയാൾ പറഞ്ഞു എന്നാ പറഞ്ഞുതരാൻ പറഞ്ഞു. ഖാല, അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഇദാ അറദ്ത അൻ തഅസി അല്ലാഹ് ഫലാ തഅകുൽ റിസ്ഖഹു, നീ അല്ലാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഹറാം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ റിസ്ഖ് നീ ഭക്ഷിക്കാൻ പാടില്ല, അവൻ നൽകുന്ന ഉപജീവനം നീ ഭക്ഷിക്കാൻ പാടില്ല. ഖാല, അപ്പൊ ഈ വ്യക്തി ചോദിച്ചു യാ അബാ ഇസ്ഹാഖ് ഫമിൻ ഐന ആകുലു വകുല്ലു മാ ഫിൽ അർളി മിൻ റിസ്ഖില്ലാഹ്, ഞാൻ പിന്നെ എവിടുന്നാണ് ഭക്ഷിക്കുക? ഈ ഭൂമിയിൽ കിട്ടുന്ന എന്ത് സാധനം എന്താണ്? അള്ളാഹുവിന്റെ റിസ്ഖാണ്. ഒരു മാംസം, ആ ജീവിയെ അള്ളാഹു സൃഷ്ടിക്കണം, ഒരു കായ്ക്കനി അത് അള്ളാഹു ഉണ്ടാക്കി തരണം, എന്ത് കാര്യവും അള്ളാഹുവിന്റെ റിസ്ഖാണ്, അതില്ലാതെ ഞാൻ എങ്ങനെ ഭക്ഷിക്കുക? ഖാല, അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു അഫയഹ്സുനു അൻ തഅകുല റിസ്ഖഹു വതഅസിയ, നീ അവന്റെ റിസ്ക് കഴിക്കുകയും എന്നിട്ട് അവനെ ധിക്കരിക്കുകയും ചെയ്യുന്ന നല്ലൊരു കാര്യമാണോ? അള്ളാഹ് തന്ന ഭക്ഷണം കഴിച്ച് അള്ളാഹ് തന്ന വെള്ളം കുടിച്ചിട്ട് അള്ളാഹ്ക്ക് നന്ദിയോട് കാണിക്കുക, അള്ളാഹിനെ ധിക്കരിക്കുക, അത് നല്ലൊരു കാര്യമാവോ? ഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ വന്ന് ചോദിച്ച ആള് പറഞ്ഞു ഇല്ല ഹാത്തിസ്ഥാനി, രണ്ടാമത്തെ കാര്യം പറയും. ഖാല, അപ്പൊ ഇബ്രാഹിം അദ്ദേഹം റഹിമഹുല്ലാഹ് പറഞ്ഞു ഇൻ അറദ്ത അൻ തഅസിയഹു ഫലാ തസ്കുൻ ബിലാദഹു, നീ അള്ളാഹുവിനെ ധിക്കരിക്കാൻ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ താമസിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ താമസിക്കാൻ പാടില്ല. ഖാല, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു ഹാദിഹി അശദ്ദു മിനൽ ഊലാ, ഒന്നാമത്തേക്കാൾ കടുപ്പുള്ള കാര്യമാണ്. ഇദാ കാനത്തിസ് സമാവാതു വൽ അർദു വമാ ബൈനഹുമാ വമാ ഫീഹിമാ ലഹു ഫഅൈന അസ്കുൻ, ആകാശഭൂമികളും അതിനകത്തുള്ളതെല്ലാം അള്ളാഹുവിന്റേതായിരിക്കെ ഇനി ഞാൻ എവിടെ പോയിട്ട് താമസിക്കാനാണ്? എവിടെ പോയിട്ടാണ് ഞാൻ താമസിക്കുക? ഖാല, അപ്പൊ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു യാ ഹാദാ, ഏ മനുഷ്യ, അഫയഹ്സുനു അൻ തഅകുല റിസ്ഖഹു വതസ്കുന ബിലാദഹു വതഅസിയ, നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടോ?
അവൻ തന്ന റിസ്കും കഴിച്ച് അവന്റെ ഭൂമിയിലും താമസിച്ചിട്ട് അവനെ ധിക്കരിക്കുന്നതിൽ അപ്പൊ ആ വ്യക്തി പറഞ്ഞു ലാ ഹാത്തി സാലിസ, ഇല്ല, മൂന്നാമത്തെ പറയാൻ പറഞ്ഞു. قال فإذا أردت أن تعصيه فانظر موضعا لا يراك فاعصه فيه. ഇനി നീ അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് വെച്ച് ധിക്കരിച്ചോ, അള്ളാഹു കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് ധിക്കരിച്ചോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു യാ അബാ ഇസ്ഹാഖ് فكيف أصنع وما في السماء والأرض والجبال والبحار موضع إلا وهو بارز له. എങ്ങനെയാണ് ഞാനത് ചെയ്യുക? ആകാശമാവട്ടെ, ഭൂമിയാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, കടലാവട്ടെ, അള്ളാഹുവിന് മുമ്പിൽ വെളിവാകാത്ത ഒരു സ്ഥലവുമില്ല. കടലിന്റെ അടിത്തട്ടിലാവട്ടെ, പർവ്വതങ്ങളുടെ ആ ഓരോ തൊബക്കയിലും അതിന് താഴെയുള്ള പർവ്വതങ്ങളുടെ ഉള്ളിലാവട്ടെ, എവിടെയുള്ളതും അള്ളാഹ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാ? അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം പറയാ أفيحسن أن تأكل رزقه وتسكن بلاده وتجاهره بمعصيته. അള്ളാഹ് എന്ന റിസ്ക് കഴിച്ച് അള്ളാഹിന്റെ ഭൂമിയിൽ താമസിച്ച് അള്ളാഹ് കാണുക, എങ്ങനെ നീ ധിക്കരിച്ച് ജീവിക്കുക? അതിലെന്തെങ്കിലും വല്ല നന്മയുണ്ടോ? قال لا هات الرابع ഇല്ല. നാലാമത്തെ കാര്യം പറയാൻ പറഞ്ഞു. قال إذا جاءك ملك الموت. ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു, മലക്കുൽ മൗത്ത് നിന്റെ അടുക്കൽ വരുമ്പോൾ ലിയഖ്ബിള റൂഹക്, നിന്റെ റൂഹ് പിടിക്കാൻ, ഫഖുൽ നീ പറയുക അഖിർനി ഹത്താ അതൂബ്. മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ നീ പറയാൻ സാധിക്കണം, ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നത് വരെ എനിക്ക് കുറച്ചുകൂടി സമയം തരണം എന്ന് നിനക്ക് പറയാൻ സാധിക്കണം എന്ന് പറഞ്ഞു. ഖാല, അപ്പോ ഈ വ്യക്തി പറഞ്ഞു ലാ യഖ്ബലു മിന്നി, അത് എന്നിൽ നിന്ന് സ്വീകരിക്കൂല, മലക്കുൽ മൗത്ത് അത് കേൾക്കില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു യാ ഹാദാ, എ മനുഷ്യ, ഫൈദാ കുൻത തഅസീഹ്, നീ അല്ലാഹുവിനെ ധിക്കരിക്കുന്നു, വലാ തഅമനു മുഫാജഅത്തൽ മൗത്ത്, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ നിർഭയനല്ല, നീ സുരക്ഷിതനല്ല. വലാ യഖ്ബൽ മിൻക ഫയുഅഖിറക്, നിനക്ക് വേണ്ടി അത് വൈകിപ്പിക്കപ്പെടില്ല. ഫതമൂതു അലാ ഗൈരി തൗബത്തിൻ, തൗബ ചെയ്യാതെ നീ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഫകൈഫ യകൂനു ഹാലക്, എങ്ങനെയായിരിക്കും നിന്റെ അവസ്ഥ? നിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു ഹാതിൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം പറയാൻ പറഞ്ഞു. ഖാല, അപ്പൊ ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു إذا جاءتك الزبانية ليأخذوك إلى النار فلا تمضي معهم. ജബാനികൾ, മലക്കുകളിലെ സംഘം നിന്നെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ നാളെ പരലോകത്ത് വരുമ്പോൾ അവരോടൊപ്പം പോകാതിരിക്കാൻ നിനക്ക് പറ്റണം, അവരോടൊപ്പം നിനക്ക് പോകാതിരിക്കാൻ പറ്റണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാ യദഊനി, അവരെന്നെ വിടൂല, അവരെന്നെ പിടിച്ചുകൊണ്ടും പറഞ്ഞു. ഖാല, അപ്പൊ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു ഫൈദാ കുൻത ലാ തഖ്ദിറു അലൽ ഇംതിനാഇ മിൻഹും, അവരിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ വലാ തദ്ഉൽ മഅസിയ ഫകൈഫ തർജുൽ ഖലാസ്, എന്നിട്ടും നീ തിന്മ ഒഴിവാക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നീ രക്ഷപ്പെടാൻ നോക്കുന്നത്? പിന്നെ എങ്ങനെയാണ് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ഖാല ഹസ്ബി, അയാൾ പറഞ്ഞു എനിക്കത് മതി, എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. വലജിമ ഇബ്രാഹിം ഫഅബദല്ലാഹ് ഹത്താ മാത, അയാൾ തൗബ ചെയ്ത് മടങ്ങി പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളായി മരണം വരെ ജീവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കൊണ്ട് സാധിക്കൂല. അള്ളാഹുവിന്റെ റിസ്ക് കഴിക്കാതെ, അള്ളാഹുവിന്റെ ഭൂമിയിലല്ലാതെ, അള്ളാഹു കാണാതെ, നാളെ മരണം വൈകിപ്പിക്കാൻ സാധിക്കാതെ നമുക്ക് സാധിക്കൂല. ഈ 3 കാര്യങ്ങളില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, മരണം വൈകിപ്പിക്കാൻ പറ്റില്ല. നാളെ നരകത്തിലേക്ക് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകുമ്പോ അവരോട് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാനും സാധിക്കില്ല. പിന്നെ എന്ത് ധൈര്യത്തിൽ നമ്മൾ അള്ളാഹിനെ ധിക്കരിക്കുക? അഊദു ബില്ലാഹ്, അള്ളാഹു നമുക്ക് പുറത്തു നൽകട്ടെ. എന്നിട്ട് പറയാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, പിന്നെ ഇബ്രാഹിം അദ്ദേഹമിന്റെ അസർ കഴിഞ്ഞു. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ് വൈനി ബിതലൈത ബിമഅസിയത്തിൻ, നീ എന്തെങ്കിലും ഒരു പാപം കൊണ്ട് നീ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു തിന്മയോടുള്ള താല്പര്യം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ഒരു പാപം കൊണ്ട് നീ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഫബാദിർ ഇല തൗബ, നീ തൗബയിലേക്ക് ധൃതി കാണിക്കുക, പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുക. വലിസ്തിഗ്ഫാർ വന്നദം, നീ ഇസ്തിഗ്ഫാർ നടത്തുക, നദം, ആ തിന്മയെ കുറിച്ച് ഖേദം നിനക്കുണ്ടാവുക. വബികി അലാ ഖതീഅതിക, നിന്റെ തിന്മയെ കുറിച്ച് ഓർത്ത് നീ കരയുക. ഫഇന്നക ലാ തദ്രി അലാ മാ അൻത മിൻഹാ, നിനക്കറിയില്ല എന്തായിരിക്കും ആ പാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. അത് പൊറുക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല, എന്തായിരിക്കും, അല്ലെങ്കിൽ നിന്റെ മരണം എപ്പോഴാണ് സംഭവിക്കുക, ഒന്നും അറിയില്ല. അതുകൊണ്ട് ഒരു തിന്മയെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും അതുപോലെ ഖേദത്തിലേക്കും ഒക്കെ ധൃതിപ്പെടുക. കാന ബഅദുഹും യഖൂൽ, സലഫുകൾ ചിലർ പറയാറുണ്ട് ലാ തൻദുർ ഇലാ സിഗ്റിൽ ഖതീഅ, നീ ചെയ്ത തിന്മ അത് ചെറുതാണ്, നിസ്സാരമാണ് എന്നതിലേക്ക് നീ നോക്കണ്ട.
വലാകിൻ ഉൻദുർ ഇലാ മൻ അസൈത. പക്ഷെ നീ നോക്കേണ്ടത് നീ ധിക്കരിച്ചത് ആരെയാണ് നോക്കേണ്ടത്. അള്ളാഹുവിന്റെ അളമത്താണ് നീ ചിന്തിക്കേണ്ടത്, നീ ആരെയാണ് ധിക്കരിച്ചിട്ടുള്ളത്. എന്നിട്ട് വേറൊരു അസർ പറയാണ്, വശകാ ബഅദു ഉമ്മാലി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇലൈഹി. ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹം ഖലീഫയാണ്, അദ്ദേഹത്തിന്റെ പല നാട്ടിൽ ഗവർണർമാരുണ്ട്, അതിൽപ്പെട്ട ഒരാള് കുറച്ച് ആ നാട് നോക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഞെരുക്കവും ഒക്കെ ഒരു കത്ത് എഴുതിയിട്ട് അയച്ചു. ഫകതബ ഇലൈഹി. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അയാൾക്ക് തിരിച്ചയച്ചു, കുറച്ച് ബുദ്ധിമുട്ടുകൾ അയച്ചപ്പോൾ തിരിച്ച് ആ ഗവർണർക്ക് അയച്ചു, യാ അഖി, സഹോദര, ഉദ്കുർ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നരകാവകാശികൾ, അവർക്കൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കാതെ അവർ ശാശ്വതമായി അവിടെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക്. വഹദർ അൻ യകൂന അൽ മുൻസറഫു ബിക മിൻ ഇൻദില്ലാഹി ഇല അന്നാർ ഫയകൂന ആഖിറ അൽ അഹ്ദി വൽ മുൻഖതി അർ റജാ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിന്നെ നരകത്തിലേക്ക് മാറ്റുന്നതും അവിടെ നിനക്കൊരു രക്ഷയുമില്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാ പ്രതീക്ഷകളും മുറിഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചു നോക്ക്. അഥവാ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോ വലിയൊരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഫലമ്മാ ഖറഅൽ കിതാബ്, അങ്ങനെ ഈ ഗവർണർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ തവൽ ബിലാദ് ഹത്താ ഖദിമ അലൈഹി, അദ്ദേഹത്തിന്റെ നാട് നേരെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അടുത്തേക്ക് വന്നപ്പോ ഫഖാല, ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, മാ ഖദമത്, എന്താണ് നിന്നെ ഇവിടെ എത്തിക്കാൻ കാരണം, എന്തിനാ വന്ന്? ഫഖാല, അപ്പൊ പറഞ്ഞു, ഖലഅത ഖൽബി ബികിതാബിക്, നിങ്ങൾ എഴുതിയത് വായിച്ചിട്ട് എന്റെ കൽബിനെ നിങ്ങൾ പറിച്ചെടുത്തിട്ടുള്ളത്. അഥവാ അത്രത്തോളം അതിനെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ലാ അമിൽതു ലക വലാ ലി അഹദിൻ ബഅദക, ഇല്ല നിങ്ങളുടെ കീഴിലാവട്ടെ, ഞാനിതാ ഇതിന്റെ ഈ പദവി ഞാൻ ഒഴിവാക്കുകയാണ്, ഇനി വേറൊരാള് കീഴിലും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു അവസ്ഥ എനിക്കുണ്ടാകില്ല. കാരണം പരലോകത്തെ ആ ഉത്തരവാദിത്തം ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഭയാനകമാണ് എന്നതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു ജോലി ഞാൻ എടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പെടുത്താൻ. അപ്പൊ സഹോദരങ്ങളെ, ഇതിൽ പറഞ്ഞത് തഫക്കുർ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നാളെ പരലോകത്ത് നമ്മൾ നേരിടാൻ പോകുന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ നിൽക്കേണ്ടതും നമ്മുടെ മരണവും ഖബറും ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. കുറച്ച് സമയം അതിന് മാറ്റിവെക്കുക. നമ്മൾ ഭയങ്കര ശുഗലാവുമ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് ആളുകൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ് തഫക്കുർ എന്നുള്ളത്. പല സഹാബികളും ഇപ്പോ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും നല്ല അമൽ എന്തായിരുന്നു എന്ന് ഉമ്മുദർദ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നത്. ഉമ്മുദർദ റളിയല്ലാഹു അൻഹ ആലിമത്താണ്. അപ്പൊ ഉമ്മുദർദ റളിയല്ലാഹു പറഞ്ഞ എന്താ പറയാ, തഫക്കുറായിരുന്നു, ആലോചിക്കുമായിരുന്നു. ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറായിട്ടുള്ള ഒരു കാര്യമാണ് 1 മണിക്കൂർ തഫക്കുർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിസ്കാരം തഫക്കുറോടുകൂടി നിസ്കരിക്കുന്നത്. ഖുർആനിൽ തന്നെ ധാരാളം ആയത്തുകളിൽ അള്ളാഹു തഫക്കുറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ അവസ്ഥയും അതുപോലെ ഖുർആന്റെ ആയത്തുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകളും സഹാബികളുടെ ചരിത്രങ്ങളും ഇതെല്ലാം വായിച്ചിട്ട് എത്രത്തോളം നമുക്ക് ആലോചിക്കുന്നുവോ, എത്രത്തോളം നമുക്ക് നന്മ വരുത്താനും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനും വഴികൾ എന്താണെന്ന് ചിന്തിക്കുന്നുവോ അത്രത്തോളം ഖൈർ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വാക്കുകളും ചില അസറുകളുമാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.